ഫ്രണ്ട്സ്, വെൽക്കം ടു കുക്സ് ആപ്പ്. അപ്പോൾ ഈ കൊറോണ നേരത്തെ നമുക്ക് ഇനിയൊരു ക്വിക്ക് ഡിഷ് നോക്കാം. നമുക്ക് പ്രഷർ കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റിയ മഖനി അല്ലെങ്കിൽ ബട്ടർ മസാല വെച്ചിട്ടുള്ള പാസ്ത എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യാൻ പോകണമെന്ന് എന്താ വെച്ചാൽ ഞാൻ ഓണിയൻ പേസ്റ്റ് ഉണ്ടാക്കാൻ പോകണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള 1.5 ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വേണമെങ്കിൽ 2 എടുക്കാം. പിന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതിനൊക്കെ നമ്മളൊരു നല്ല പേസ്റ്റ് ആക്കിയിട്ട് അടിച്ചെടുക്കാൻ പോവാണ്. ഇനി നമ്മൾ ഒരു പ്രഷർ കുക്കറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്, വേഗം ഉണ്ടാക്കി തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 2 വലിയ ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ മഖനി എന്ന് പറയുമ്പോൾ നമ്മുടെ ബട്ടർ മസാലയുടെ ബേസാണല്ലോ, അപ്പോൾ നമുക്ക് ബട്ടർ എന്ത് വന്നാലും വേണം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ ഓണിയൻ പേസ്റ്റ് ഇല്ലേ അത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ഒന്ന് നന്നായി ബ്രൗൺ ചെയ്തെടുക്കണം. ബ്രൗൺ ചെയ്തപ്പോൾ ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ നിങ്ങൾ ഇത് ഉണ്ടാക്കിയ ഉടൻ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. അതല്ല നിങ്ങൾ കുട്ടികൾക്കൊക്കെ ഇനി ഭാവിയിൽ എപ്പോഴെങ്കിലും സ്കൂളിലേക്ക് കൊടുത്തയക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നിങ്ങളിത് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ പേസ്റ്റ് ഉണ്ടാക്കണതല്ല നല്ലത്. നിങ്ങൾ ഉള്ളി ചെറിയ ചെറിയ കഷ്ണാക്കി നുറുക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം നല്ലത്. കാരണം ഇത് ലോങ് ടേം നമ്മൾ കുറേ നേരത്തേക്ക് നമ്മൾ ഈ ഉള്ളി വെച്ച് പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഈ പാസ്തയ്ക്ക് ഒരു ചെറിയൊരു കയപ്പ് വരും. അപ്പോൾ നിങ്ങൾ ഉടൻ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഓണിയൻ പേസ്റ്റ് ഉപയോഗിച്ചാൽ മതി. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഉള്ളി ചെറിയ ചെറിയ കഷ്ണാക്കി അരിഞ്ഞിട്ട് കൊടുക്കണതാണ് നല്ലത്. ഇനി നമ്മുടെ ഓണിയൻ ഒന്ന് നല്ലോണം ബ്രൗൺ കളറായി വന്നു കഴിഞ്ഞു. ഇനി ബ്രൗൺ കളറായി വന്നു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ ടൊമാറ്റോ പ്യൂരി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനൊരു ഏകദേശം 3 to 4 മീഡിയം സൈസ്ഡ് തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് കാര്യമായി പുളിപ്പില്ലാത്ത തക്കാളി എടുക്കണതാണ് നല്ലത്. ഒരു 3 അപ്പം ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 4 എടുക്കാം. ഒരു 3 മീഡിയം സൈസ് തക്കാളി ഞാനിങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് മിക്സിയിൽ. എന്നിട്ട് അതും നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഈ ഉള്ളിയുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇപ്പോൾ ഞാൻ ഈ ഓണിയൻ പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് എല്ലാവരും കഴിച്ച ആൾക്കാർക്കൊക്കെ നല്ല ടേസ്റ്റ് തോന്നി. കുറച്ച് നേരം കഴിച്ചപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു അതിനൊരു കയ്പ്പ് വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ അപ്പം തന്നെ കഴിച്ച് തീർക്കുകയാണെങ്കിൽ നിങ്ങൾ പേസ്റ്റ് ആഡ് ചെയ്തോളൂ. അതല്ലെങ്കിൽ ഉള്ളി ചെറിയ ചെറിയ കഷ്ണാക്കി നുറുക്കിയിടാൻ ഓർമ്മ വയ്ക്കണം. കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് കൊടുത്തയക്കുമ്പോൾ ഇങ്ങനെ ഉള്ളി ചെറുതാക്കി നുറുക്കിയിട്ട് ഉണ്ടാക്കണതാണ് നല്ലത്. ഈ തക്കാളി നന്നായി കുക്ക് ചെയ്ത് വരുമ്പോൾ നമ്മുടെ ഈ സൈഡിലൊക്കെ ഇങ്ങനെ എണ്ണ വിട്ട് വരും. അതാണ് അതിൻ്റെ സൈനത്. അപ്പോൾ ഏകദേശം ഒന്ന് സൈഡിൽ നിന്ന് എണ്ണയൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇത് ഏകദേശം ആയിട്ടുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. ഇനിയാണ് നമ്മുടെ മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ. പിന്നെ നല്ലൊരു കളറ് ഇഷ്ടമാണല്ലോ അല്ലേ കുട്ടികൾക്ക് ഈ പാസ്തയ്ക്ക്. അപ്പോൾ അടുത്തത് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു വലിയ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. കളറിന് വേണ്ടിയിട്ടാണ് ഇത് ആഡ് ചെയ്ത് കൊടുക്കണേ. പിന്നെ നമ്മുടെ കുറച്ച് അത്യാവശ്യം എരിവിന് ഞാൻ കുറച്ച് നമ്മുടെ നോർമൽ മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതൊരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് കുക്ക് ചെയ്യാൻ സമ്മതിക്കുക. എന്നിട്ട് അതൊന്ന് ആയി വരുമ്പോൾ നമ്മളിനി നമ്മുടെ അടുത്ത മസാലകൾ ആഡ് ചെയ്യാണ്. ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അടുത്തത് ഞാൻ ടേസ്റ്റിന് വേണ്ടി ആഡ് ചെയ്യണത് ഗരം മസാലയാണ്. ഗരം മസാല ഞാൻ ആദ്യം 1 ടീസ്പൂണേ ആഡ് ചെയ്ത് കൊടുക്കുള്ളൂ. ബാക്കി നമുക്ക് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് നമ്മുടെ മസാല കുക്ക് ചെയ്യാൻ സമ്മതിക്കണം. ഇനി ഇത് ഏകദേശം കുക്കായി വരുമ്പോൾ ഞാൻ 1 ടീസ്പൂൺ ഉപ്പാണ് ആദ്യം ചേർത്ത് കൊടുക്കണേ. നമുക്ക് അത് കഴിഞ്ഞിട്ട് നമ്മുടെ പാസ്ത ഇട്ട് കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ ഉപ്പ് ഒന്നും കൂടെ ചെക്ക് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കണം 1 ടീസ്പൂൺ പഞ്ചസാരയാണ്. ഒരു നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ 1 സ്പൂൺ ഉപ്പും 1 സ്പൂൺ പഞ്ചസാരയും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ 1 ഗ്ലാസ് ഞാൻ പാസ്തയാണ് എടുത്തിട്ടുള്ള മക്രോണി പാസ്ത. അപ്പോൾ അത് ഞാൻ ഒന്ന് കഴുകിയിട്ട് ഞാൻ ആഡ് ചെയ്യണം. വെള്ളത്തിൽ കുതിരാനൊന്നും വെച്ചിട്ടില്ല. ജസ്റ്റ് അപ്പം തന്നെ കഴുകിയിട്ട് ഞാൻ നമ്മുടെ ഈ പ്യൂരിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് കഴുകാനുള്ള മെയിൻ റീസൺ എന്താ വെച്ചാൽ അതിന് മേലെ ഒരു പശപ്പുണ്ടാവും. അപ്പോൾ അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്.
അതൊന്ന് കഴുകിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ പാസ്തയ്ക്ക് അത്യാവശ്യം വേണ്ട വെള്ളമാണ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ ഞാൻ പറയണത് നമ്മുടെ ഓണിയൻ പേസ്റ്റിന് എത്ര വെള്ളം വേണം എന്ന് ആദ്യം പറയണേ. 1.5 ഗ്ലാസ്, 1.5 ഗ്ലാസ് അല്ല, 1.25, അരയെക്കാട്ടിലും കുറച്ച് കൂടുതൽ, 3/4 അടുത്തുള്ള ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ അതല്ല, നിങ്ങൾ ഓണിയൻ മുറിച്ചിട്ടാണ് ചെറിയ ചെറിയ കഷ്ണം ആക്കിയിട്ടാണ് ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കണമെന്ന് വെച്ചാൽ 1.5 ഗ്ലാസ് വെള്ളം മതിയോ. അപ്പോൾ ഓണിയൻ പേസ്റ്റ് ആകുമ്പോൾ നമ്മുടെ ഗ്രേവി കുറച്ച് തിക്കാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 1.25 ഗ്ലാസ് ആഡ് ചെയ്യണം എന്ന് പറയണത്. അല്ല, നിങ്ങളിപ്പോൾ ഓണിയൻ ചെറുതാക്കി നുറുക്കിയിട്ടാണ് ഇടണമെന്ന് വെച്ചാൽ 1.5 ഗ്ലാസ് വെള്ളം മതിയോ. ഇനി ലാസ്റ്റ് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ഉപ്പൊക്കെ മതി തോന്നുന്നുണ്ട്. ഇനി എനിക്ക് കുറച്ച് മസാല പോലെ തോന്നി, അപ്പോൾ ഗരം മസാല ഞാൻ കുറച്ചും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ആണ് കുക്ക് ചെയ്യണം. ഇനി ഞാൻ ഈ കുക്കറ് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വെച്ചിട്ട് രണ്ടാമത്തെ വിസിൽ വരണതിന് തൊട്ട് മുന്നേ ഞാൻ ഓഫ് ചെയ്യും. കാരണം രണ്ടാമത്തെ വിസിൽ ഞാൻ വരാൻ സമ്മതിക്കില്ല. ഒരു വിസിൽ ഹൈ ഫ്ലെയിമിൽ വന്നിട്ട് രണ്ടാമത്തെ വിസിൽ വരണതിന് മുന്നേ ഓഫ് ചെയ്യണം. ആ നേരം കൊണ്ട് ഞാൻ കുറച്ച് ഒരു 3 to 4 ടേബിൾ സ്പൂൺ പാലെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ 1 സ്പൂൺ കോൺഫ്ലവറാണ് ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ പാസ്ത കുറച്ച് സോസി ആയിട്ട് വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പാലിൽ ഞാൻ കുറച്ച് കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പ്രഷർ ഇറങ്ങിയതിന് ശേഷം ഞാൻ എൻ്റെ തുറന്ന് കാണിച്ചു തരാം. ഇതുണ്ടോ. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു വിസിൽ, അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വിസിൽ വരണതിന് മുന്നേ ഓഫ് ചെയ്യാം. ഓക്കെ. ഇപ്പോൾ ഈ പരുവത്തിലാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിൽ കുറച്ചും കൂടെ ഗ്രേവി ഒക്കെ ആണെങ്കിൽ 2 ഗ്ലാസ് വെള്ളം വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് കസൂരി മേത്തിയാണ് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഫ്ലെയിം ഒന്നും കൂടെ ഓൺ ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കുറച്ച് കസൂരി മേത്തി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മഖനിയാണല്ലോ, അപ്പോൾ നമ്മുടെ പനീർ ബട്ടർ മസാലയുടെ ടേസ്റ്റ് വരണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചിത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഞാൻ നമ്മുടെ ഇതിൻ്റെ ഒരു അരഭാഗം ഞാൻ ആദ്യം ഒഴിച്ചു കൊടുക്കുകയാണ്. നോക്കിയിട്ട് നമുക്ക് എത്ര വേണ്ടത് വെച്ചാൽ അതിനെത്ര ഒഴിച്ചു കൊടുത്താൽ മതി. നിങ്ങൾക്ക് നല്ലോണം സോസി ആയിട്ട് കഴിക്കാനാണ് ഇഷ്ടം വെച്ചാൽ നിങ്ങളത് ഫുൾ ആഡ് ചെയ്ത് കൊടുത്തോളൂ. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാൻ മറക്കരുത്, കാരണം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നമ്മുടെ ഈ പാലും കോൺഫ്ലവറും കൂടുതൽ മിക്സ്ചർ ഒന്ന് മിക്സായിട്ട് നമുക്ക് കറക്റ്റായി കുക്ക് ചെയ്ത് കിട്ടണം. നമുക്ക് ഇതൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ചീസ് ഗ്രേറ്റ് ചെയ്തിടാം. ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്ത് വന്നാൽ മതി, ഒന്ന് തിളച്ച് വന്നാൽ മതി. കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചീസ് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ അമൂലിൻ്റെ ചീസാണ് യൂസ് ചെയ്യണം. നിങ്ങൾക്ക് ഏത് ചീസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇത് പ്രോസസ്ഡ് ചീസാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മോസറെല്ല ചീസ് യൂസ് ചെയ്യാം. അങ്ങനത്തെ ഏത് ചീസാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെച്ചാൽ ആഡ് ചെയ്ത് കൊടുക്കാം. പാസ്തയ്ക്ക് എപ്പോഴും കുറച്ച് ചീസ് ഉള്ളതാണല്ലോ നല്ലത്. അപ്പോൾ നല്ലോണം ആ ചീസ് ആഡ് ചെയ്ത് കൊടുക്കുക. കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ള സാധനമാണല്ലോ. ഇനി നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഉള്ളി ഞാൻ എന്തുകൊണ്ടാണ് ഈ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തുവെച്ചാൽ എൻ്റെ കുട്ടികൾക്കൊക്കെ ഈ ഉള്ളി ഇങ്ങനെ എടുത്ത് കാണുന്നത് ഇഷ്ടമല്ല, അവർ കഴിക്കില്ല അത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പേസ്റ്റ് ആക്കിയത്. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്കൊന്നും പ്രശ്നമില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഉള്ളി നല്ലോണം ചെറുതാക്കി അരിഞ്ഞിട്ട് ആഡ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ നല്ല ചൂടോടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മഖനി പാസ്ത നമുക്ക് പ്രഷർ കുക്കറിൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ചൂടോടെ നമ്മുടെ കുട്ടികൾക്കും നമുക്കും കൂടെ എൻജോയ് ചെയ്യാം. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായ എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കരുത്. ട്രൈ ചെയ്ത് താഴെ കമൻറ്റ് ഇടാൻ മറക്കരുത്. ഇഷ്ടമായ ലൈക്ക് ബട്ടൺ അമർത്തുക. പിന്നെ എല്ലാവരുടെയും കൂടെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ബൈ.